ഈ ജോഷി ആൽബർട്ടും ഒരേ ജയിലിലെ ജീവനക്കാരാ സാർ. മാത്രമല്ല ഇവർ രണ്ടുപേരുടെയും മർഡർ ഏകദേശം ഒരേപോലെയാണ് സാർ. പിന്നെ ആൽബർട്ടും ഭാര്യയുമായി അത്ര രസത്തിലല്ലെന്ന് അറിയാൻ കഴിഞ്ഞേ. നമുക്ക് നാളെ ആൽബർട്ടിൻ്റെ വൈഫിൻ്റെ വീട് വരെ ഒന്ന് പോകണം. എന്തേലും ക്ലൂ കിട്ടാതിരിക്കില്ല. ശരി സാർ. ഈ ആൽബർട്ടിനും ജോഷിക്ക് അത്ര നല്ല പ്രൊഫൈലൊന്നും അല്ല നാട്ടിലല്ലേ? അതെ സാറേ. ജോഷിയും ആൽബർട്ടും കുറച്ച് നാൾ മുമ്പ് ഒരു കൈക്കൂലി കേസിൽ പെട്ട് സസ്പെൻഷനിലായിരുന്നു. ഇവിടെ ആരുമില്ലേ? ദാ വരുന്നു. ലിസി അല്ലേ? അതെ. ആൽബർട്ടിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സാറിന് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വരൂ സാറേ. സാർ, ലിസി ആൽബർട്ടും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നാട്ടിൽ സംസാരമുണ്ടല്ലോ. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അതിനെക്കുറിച്ചൊന്നും ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല സാർ. അത്രയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. ജീവിക്കണോ മരിക്കണോ എന്ന് വരെ ചിന്തിച്ച സമയങ്ങളുണ്ട്. അത്രയും പ്രശ്നക്കാരനായിരുന്നോ ആൽബർട്ട്? അങ്ങേർക്ക് സംശയമായിരുന്നു സാറേ. ചുമ്മാ ഓരോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കും. പിന്നെ അടിയും ബഹളവും. ലിസിക്ക് മറ്റേതോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നാട്ടിലൊരു റൂമർ ഉണ്ടല്ലോ. ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയം മുതലേ ഉള്ള ഒരു ബന്ധമായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ മാരേജിന് സമ്മതിച്ചത്. വിവാഹത്തിന് ശേഷം ഈ റിലേഷൻ ഉണ്ടായിരുന്നോ? ഫോൺ വിളികളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആൽബർട്ടുമായുള്ള ജീവിതത്തിലേക്ക് പൊരുത്തപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആൽബർട്ട് എന്നെ എപ്പോഴും സംശയത്തിന്റെ നിഴലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആൽബർട്ട് കൊല്ലപ്പെട്ടതിന്റെ തലേദിവസം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു, ശരിയല്ലേ? എന്നത്തെയും പോലെ തന്നെ അന്നും വഴക്കുണ്ടായിരുന്നു. സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുമായിരുന്നു. ആൽബർട്ടിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായി നിങ്ങൾക്ക് അറിയാമോ? പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ശത്രുക്കൾ ഇല്ലാതിരിക്കാനും വഴിയില്ല. ഓക്കെ, കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിപ്പിക്കാം. ഓക്കെ സാർ. അല്ല വരുൺ, ഇത്രയായിട്ടും ഒരു തുമ്പും കിട്ടിയില്ല എന്ന് പറയുമ്പോ? ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്ത് പക്ഷേ? ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ല. മനുഷ്യനാ ചെയ്തേന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇത് വല്ല സൈക്കോ ആവും. കമ്മീഷണർ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതൊന്നുമല്ലടോ. പിന്നെ ഇതിനു പുറകിൽ കൃത്യമായ ലക്ഷ്യവും പ്ലാനുകളും ഉണ്ട്. പക്ഷേ വ്യക്തമായ എവിഡൻസ് ഇല്ലാത്തതാണ് എന്നെ കുഴപ്പിക്കുന്നത്. ഈ ആൽബർട്ടിന്റെ വൈഫുമായി സംസാരിച്ചിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലടോ. ആൽബർട്ടും വൈഫും തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അവരിതിൽ ഇൻവോൾവ്ഡ് ആണെന്ന് സംശയിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞ ഈ ക്രൈമിന് പിന്നിൽ ഒരാൾ തന്നെ ആയിരിക്കൂലേ? അതെ, ആൽബർട്ടിനോടും ജോഷിയോടും ഒരുപോലെ ശത്രുതയുള്ള ഒരാൾ. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ 2 കൊലപാതകങ്ങൾ. അയാൾ എന്തായാലും നിസ്സാരക്കാരനായിരിക്കില്ല. ഇനി ഒന്നിൽ കൂടുതൽ പേരുണ്ടാവാൻ ചാൻസ് വല്ലതും? അത് ഈ ഫോറൻസിക് കളക്ട് ചെയ്ത ഫിംഗർ പ്രിന്റ്സ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രതി ഒരാളാണ്. പക്ഷേ ഈ പോലീസ് റെക്കോർഡ്സിലുള്ള ക്രിമിനൽസിന്റെ ഫിംഗർ പ്രിന്റ്സ് ഒത്തു നോക്കുമ്പോൾ മാച്ച് ആവുന്നില്ല. അതെ, ഈ 2 മർഡറും ഈ ഫോറസ്റ്റിലല്ലേ സംഭവിച്ചത്? അതുകൊണ്ട് പ്രതിക്ക് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തേലും കണക്ഷൻ ഉണ്ടോ? അതെ, ഐ ആം ഗോയിങ് ത്രൂ ദാറ്റ് റൂട്ട്. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പറയാം. എടാ, ഞാൻ വരുണിനോട് പറയാം. നീ വലിയ ഷോ കാണിക്കാതിരുന്നാ മതി. ലൈസൻസിന്റെ ഒരു കോപ്പി എടുത്ത് വെക്കണ്ടേ? എടാ, കോപ്പി ഫോണിലുണ്ടായിരുന്നു. ഒന്നും പറയണ്ട, ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഇപ്പൊ തന്നെ സാറിൻ്റെ ഫോൺ മേടിച്ചിട്ടാണ് വിളിക്കുന്നത്. ഞാൻ വരുണിനെ വിളിക്കാം, നീ പോയിന്ന് കാണ്. ഓക്കെ. എന്നാ സാറേ ഫോൺ. താങ്ക് യു. സാർ, ഞാൻ കമലക്കെട്ടി പൗരസമിതി പ്രസിഡന്റ് ജോസ് ചീറ്റക്കര. ഇത് സെക്രട്ടറി ചന്ദ്രൻ. ഓക്കെ, പറയും. സാർ, കമലക്കെട്ടി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. രാത്രി ആ വഴിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ഭാഗത്ത് പോലീസ് പട്രോളിംഗ് അത്യാവശ്യമാണ്.
എത്രയും പെട്ടെന്ന് സാർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് നൈറ്റ് പെട്രോളിങ്ങിനുള്ള കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ കാട്ടിലും മറ്റും സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട്. ആ സായ്, അത്യാവശ്യമില്ലെങ്കിൽ പിന്നെ തിരിച്ചു വിളിച്ചാൽ മതിയോ? വെക്കല്ലേ ഒരു മിനിറ്റ്. അവിടെ ഒരു ബൈക്ക് പിടിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെയാ, അഖിൽ. അവൻ ലൈസൻസ് എടുക്കാൻ മറന്നതാ. അവൻ വന്നാലേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്നു സായ്, ആവശ്യത്തിലധികം തലവേദന എനിക്കുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് വരല്ലേ? അതിന് ഞാൻ മുമ്പ് എപ്പോഴെങ്കിലും റെക്കമെൻഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ടോ? ആ ഓക്കെ, ശരി, നീ ഫോൺ വെച്ചോ, ഞാൻ വിട്ടേക്കാം. ആ അപ്പുറത്തെ അഖിൽ എന്ന് പറഞ്ഞൊരു പയ്യൻ നിൽക്കുന്നുണ്ടോ? സാറേ. അത് ചാർജ് ചെയ്തായിരുന്നോ? ഇല്ല സാർ, സാറിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് സഹദേവൻ സാർ പറഞ്ഞു. ആ എന്നാൽ ചാർജ് ചെയ്യണ്ട, അത് വിട്ടേക്ക്. ഓക്കെ സാറേ. ആ സാറിനറിയാലോ, കമലക്കട്ടിയിൽ മുമ്പും പലതരത്തിലുള്ള ആത്മഹത്യകളും അപകടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇതും കൂടി ആയപ്പോ പോലീസിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്. ഓക്കെ സാർ. ശരി. സഹദേവ, സാർ. ആ എടോ, ഇന്ന് രാത്രിയെ നമ്മുടെ കമലക്കട്ടി ഭാഗല്ലേ, അവിടെ രാത്രി ഇന്ന് സെർച്ച് ചെയ്യണം. ചെയ്യാം സാർ. ഒന്ന് അറേഞ്ച് ചെയ്യും. ശരി സാർ. ആ കൊല്ലപ്പെട്ടിരിക്കുന്ന 2 ജയിലർമാരാണ്. തനിക്കിത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സർ, Tell me, what is the next? ആകെ കൺഫ്യൂഷനാണ് സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെയാ? ഓക്കെ, കാര്യങ്ങൾ ഫാസ്റ്റ് ആയിരിക്കണം. സർ, ഇനി വല്ല സൈക്കോപാത്തോ മറ്റോ ആണോടോ? ഒരു എവിഡൻസും കിട്ടാതെ എങ്ങനെയാ സർ? ആ DGP ആണ്. ഇനി അങ്ങയുടെ വായിലിരിക്കുന്നത് കേൾക്കാം. ഗുഡ് മോർണിംഗ് സാർ. ആ യാ ഷുവർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ. ഓ യെസ്, സ്പീഡപ്പ് ഉണ്ട് സാർ. ഞങ്ങൾ നേരിട്ട് വരാം സാർ.